ഹലോ ഗൈസ്, രാവിലെ തന്നെ എണീറ്റത് സന്തോഷത്തിലാണ് കേട്ടോ. ഈസ്റ്ററിൻ്റെയൊക്കെ വെക്കേഷൻ വേണ്ടി ഇന്ന് വീട്ടിൽ പോവാണ്. അപ്പം അസൈൻമെൻ്റൊക്കെ രാത്രി ചെയ്ത ഇഷ്ടം പോലെ സമയം ഉണ്ടെങ്കിലും മടി പിടിച്ച് ഇന്നൊക്കെ ആയിട്ടുണ്ട്. അങ്ങനെ ക്ലാസ് ഒക്കെ കഴിഞ്ഞിട്ട് പോസ്റ്റിങ്ങിനായിട്ട് പോയിട്ടുണ്ട് കേട്ടോ. പിന്നെ പോസ്റ്റിങ്ങും കഴിഞ്ഞ് ലഞ്ചൊക്കെ കഴിച്ച് നേരെ വീട്ടിലോട്ട് പോകാനായി കോഴിക്കോട് സ്റ്റാൻഡിലോട്ട് ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ 3/4 മണിക്കൂർ കഴിഞ്ഞാൽ ഡയറക്റ്റ് ബസ് സ്റ്റാൻഡിലോട്ട് തന്നെ പൊട്ടാറ്റോ ബിസ്ക്കറ്റ് ഒക്കെ കഴിച്ചിരുന്നു. അങ്ങനെ ഫൈനലി നമ്മളെ ബസ് അങ്ങ് എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ട്രാവലിങ് കുറേ 3 മണിക്കൂർ ഉള്ളതുകൊണ്ട് തന്നെ അതിൻ്റെ ഇടയ്ക്ക് വീട്ടിലെത്താനാവുന്ന ഒരു ചാറ്റൽ മഴയൊക്കെ പെയ്തു കേട്ടോ. അങ്ങനെ നല്ല നമ്മളെ നാടും മഴയും ഒക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമായിട്ട് എനിക്ക്. പിന്നെ 3 മണിക്കൂർ ട്രാവൽ ഉള്ളതുകൊണ്ട് തന്നെ ഇങ്ങനെ ഹെഡ്സെറ്റും കുത്തിവെച്ച് പാട്ടൊക്കെ കേട്ടുമല്ല ആസ്വദിച്ച് പോകലാണ് കേട്ടോ പതിവ്. അങ്ങനത്തെ സൂര്യനെ ക്യാപ്ചർ ചെയ്യാനുള്ള കഷ്ടപ്പാടില്ല കേട്ടോ. അങ്ങനെ ഫൈനലി ഞാൻ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. പിന്നെ വീട്ടിലെത്തിയ ഉടൻ തന്നെ എൻ്റെ കണ്ണ് പോയത് മാവിലോട്ടാണ്. മാവിലാണെങ്കിൽ നിറച്ച് മാങ്ങ കായ്ച്ചു നിൽക്കുന്നുണ്ട് കേട്ടോ. എത്തിയ ഉടൻ തന്നെ ദേ മാങ്ങ പറിക്കണം എന്നുള്ള അത്. പിന്നെ വീട്ടിലെത്തിയപ്പോൾ തന്നെ ദേ മാങ്ങ അവിടെ പറിച്ച് വെച്ചതുണ്ട്. അത് പഴുത്തിട്ടില്ലെങ്കിലും പച്ച നല്ല ചെനച്ച മാങ്ങ നോക്കി മുറിച്ച് ഉപ്പും മുളകും വെളിച്ചെണ്ണയ്ക്ക് ഒഴിച്ച് കഴിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതൊക്കെ അരിഞ്ഞു വെച്ചാൽ പിന്നെ ഇതാ പറയുമ്പോൾ പെട്ടെന്ന് തന്നെ തീരും കേട്ടോ. കാരണം ഇവിടെയുള്ള കുട്ടിപ്പട്ടാളങ്ങൾക്ക് എല്ലാവർക്കും ഉമ്മാക്കും എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് ഈ ഉപ്പ് മുളകിട്ട മാങ്ങ. അങ്ങനെ അതിൻ്റെ അടുത്ത് രണ്ടാളും കൂടി ഇസ്ബുമോളും തന്നുമോളും എല്ലാവരും കൂടി പുറത്തുനിന്ന് 3 മാങ്ങ എവിടുന്നോ പറിച്ചു കൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ ആ മാങ്ങ മുറിച്ച് കഴിക്കുന്നത് വരെ പഴുപ്പിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് തന്നെ അപ്പം തന്നെ മുറിച്ച് അതും ഉപ്പും മുളകൊക്കെ ഇട്ട് കഴിക്കാൻ തുടങ്ങി. പിന്നെ നല്ല വിശപ്പോട് കൂടി വന്നതായോണ്ട് തന്നെ ഇന്ന് എൻ്റെ നൊസ്റ്റാൾജിയ ഉണ്ടോ ഈ പൊട്ടാറ്റോ ഫ്രൈ എന്ന് പറയുന്നത്. സ്കൂളിൽ പോകുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ചോറിന് കൂട്ടാനായിട്ട് തരും നമുക്ക് ഈ പൊട്ടാറ്റോ ഫ്രൈ ആണ്. നല്ല പൊട്ടാറ്റോ ഉപ്പും മഞ്ഞപ്പൊടിയും മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് ജസ്റ്റ് ഫ്രൈ ചെയ്ത് നമുക്ക് ഈ പൊട്ടാറ്റോ ഫ്രൈ. പക്ഷെ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഈ പൊട്ടാറ്റോ ഫ്രൈക്ക്. പിന്നെ ഞാനിത് ഫ്രൈ ചെയ്യാൻ തുടങ്ങിയത് ഓരോരുത്തരായിട്ട് ഇങ്ങനെ അടുക്കളയിൽ വന്ന് നോക്കാൻ തുടങ്ങി കേട്ടോ. അത് എല്ലാവർക്കും ഇത് ഭയങ്കര ഇഷ്ടമാണ് ഈ വീട്ടിലത്തെ എല്ലാവർക്കും. അങ്ങനെ പൊട്ടാറ്റോ ഒക്കെ ഫ്രൈ ആവുടനെ നല്ല ചോറും മോര് കറിയും പൊട്ടാറ്റോ ഫ്രൈ ആണ് കേട്ടോ ഇന്ന് എനിക്ക് രാത്രി ഡിന്നറിന് കഴിക്കാനുള്ള. പിന്നെ ഒരു 7 മണിയായപ്പോൾ തന്നെ ഡിന്നർ അങ്ങ് കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഓരോരുത്തരായി ഓരോ ഉരുളക്കായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞതേ നമ്മളെ ഇസ്ബുമോളെ പാട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതൊക്കെ അങ്ങ് കഴിച്ച് നിസ്കാരമൊക്കെ കഴിഞ്ഞ് രാത്രി ഉറങ്ങാൻ പോയി.